ശ്രീമതി രാഖി രവികുമാർ, വർഷത്തിൽ ഒരു ദിവസം ഈ രാത്രി നടത്തം സംഘടിപ്പിച്ചതുകൊണ്ടായോ സ്ത്രീ സുരക്ഷ എന്നുള്ളത്? കാരണം നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 82% സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. അത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് വനിതാ ദിനത്തിൽ നമ്മൾ അത്തരം സന്ദേശങ്ങൾ കൈമാറുന്നു, രാത്രി നടത്തം സംഘടിപ്പിക്കുന്നു, സ്ത്രീക്ക് തുല്യനീതി വേണം എന്ന് പ്രസംഗ വേദികളിൽ പറയുന്നു. പക്ഷേ ഇതൊക്കെ ഉറപ്പാക്കേണ്ടത് ഇവിടെ ആരാണ്? എന്തുകൊണ്ടാണ് 18ഉം 19ഉം വയസ്സുള്ള പെൺകുട്ടികൾ ഈ നരാധമന്മാരുടെ കൈകൾക്കിടയിൽ കിടന്നിങ്ങനെ മരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? 5 വർഷം വരെ, അതായത് 13 വയസ്സിൽ തുടങ്ങി 18 വയസ്സുവരെ ഒരു ദളിത് പെൺകുട്ടി ഈ കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഇതൊക്കെ ആരാണ് തിരുത്തേണ്ടത്? നോക്കൂ, നിങ്ങൾ ഈ കേരളത്തിൽ സ്ത്രീകൾ കേരളത്തിനകത്ത് മാത്രം വസിക്കുന്നവരാണ്, കേരളത്തിൽ മാത്രമുള്ള ഒരു ജനുസാണ് ഈ ചർച്ച നടത്തുന്നത് എന്ന് തോന്നും നിങ്ങളുടെ ഈ ചർച്ച കാണുമ്പോൾ തന്നെ. എങ്ങനെ ആഗോളതലത്തിൽ സ്ത്രീകൾ നേരിടുന്ന അനീതികളുണ്ട്, വരട്ടെ. പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന ചില അനീതികളിൽ നിന്ന് ആദ്യം തുടങ്ങാം. നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് സാർവദേശീയ വനിതാ ദിനമാണ്. സാർവദേശീയ വനിതാ ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സാർവദേശീയമായി സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വേണം തുടങ്ങാൻ. അതിൽ നിന്ന് വേണം നിങ്ങൾ കേരളത്തിലേക്ക് എത്താൻ. പക്ഷെ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത് കേരളത്തിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു, സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള തരത്തിലാണ്. നമ്മൾ അങ്ങനെ നോക്കിയാൽ, ഞാൻ പരിശോധിച്ചാൽ തിരിച്ച് ഞാൻ സാർവദേശീയവും വേണ്ട, നമുക്ക് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യാം. നമ്മുടെ ദേശീയ തലത്തിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 146 രാജ്യങ്ങളിൽ 129 നമ്മുടെ സ്ഥാനം. അതിൽ നിന്ന് നമ്മൾ തുടങ്ങണം. കേരളം നിങ്ങൾ പരിശോധിക്കുന്നു, വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പരിശോധിക്കണം. സ്വാഭാവികമായും എത്ര കണ്ട് മുന്നോട്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയ വളർച്ച എന്നുള്ളത് പരിശോധിക്കണം. ഞാൻ ചോദിച്ചതിന് ശേഷം ആങ്കർക്ക് അതിനുശേഷം എന്നോട് സംസാരിക്കാൻ ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്. നമ്മൾ ആശാ വർക്കർമാരുടെ സമരത്തെ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള വിഷയങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് സാർവദേശീയ വനിതാ ദിനത്തിൽ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള പ്രദേശത്ത് ഒരു വിദേശ വനിത ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട് മരണത്തിലേക്ക് പോയിട്ടുണ്ട്. ഒരു നമ്മുടെ നാട്ടുകാരി അല്ലെങ്കിൽ കന്നഡക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളൊരു കേരളത്തിൽ മാത്രം ആക്രമണവും ഒരു സമരവുമായി നമ്മളതിനെ ഒതുക്കരുത്. ദയവായി നിങ്ങൾ ചിന്തിക്കേണ്ടത്, സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി ആരാണ് ഇത് തുടങ്ങിയത്? ലോകരാഷ്ട്ര സംഘടനകൾ ഏർപ്പെടുത്തിയ സാർവദേശീയ വനിതാ ദിനത്തിൽ എത്ര കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താണ്, അതിൽ നിന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ എന്താണ് മാറ്റമുണ്ടാക്കിയിട്ടുള്ളത്? ഇവിടെ നിരവധിയായിട്ടുള്ള അവാർഡുകൾ ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ തരുന്നുണ്ട്. അവിടെ ഏറ്റവും കുറവ് പോഷകാഹാരക്കുറവ് കൊണ്ടും ഗർഭിണികളും മരിക്കുന്ന സംസ്ഥാനം ഈ ഇന്ത്യയിൽ ഈ കേരളത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന അക്രമ പരമ്പരയുടെ കാര്യത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റവും അധികം മയക്കുമരുന്നും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ നടക്കുന്ന ചാനൽ ഡിസ്കഷനുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ നടക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നത് നമ്മുടെ സ്ത്രീ സമൂഹം മാത്രമല്ല, നമ്മുടെ സമൂഹമാകെ ഒരു ഭയചകിതമായ അന്തരീക്ഷത്തിലേക്ക് പോയി. അത് കേരളത്തിൽ മാത്രമാണോ? കേരളത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു, അതല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ വെഞ്ഞാറമൂട് കൊലപാതകത്തിന് ശേഷമെങ്കിലും ഒരു പുനർവിചിന്തനം നടത്താൻ എല്ലാ മേഖലയിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത് എന്ന് നമുക്ക് സൂചിപ്പിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോയി. ഈ കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനി വ്യക്തിത്വം സൂചിപ്പിച്ചു. നമ്മൾ ബഹുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ബഹുമാനം ലഭിക്കാത്തത് കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇന്നലെയും തുടങ്ങിയതല്ല. ഇവിടെ നവകേരളവും നവോത്ഥാനത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ കാലഘട്ടം മുതൽ, നവോത്ഥാന കാലഘട്ടം മുതൽ കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി നിരന്തരമായി പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള നവോത്ഥാന നായകന്മാരും അതിനുശേഷം വന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും ഏൽപ്പിച്ച ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും. സ്ത്രീ ശാക്തീകരണത്തിൽ ഞങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റം വരുത്തിയതും, സാമ്പത്തികമായി ഉന്നതിയിലേക്ക് വന്നതും, വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വന്നതും, ആരോഗ്യപരമായി മുന്നോട്ട് വന്നതും ഒക്കെ ഈ കേരളത്തിലെ സ്ത്രീകളാണ്. പക്ഷേ ആക്രമിക്കപ്പെടുന്നത് സ്ത്രീകൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല,
നമ്മുടെ ലോകത്ത് മുഴുവൻ ആക്രമിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ലോകത്ത് നടക്കുന്ന രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളാണ്. അവിടെയും സ്ത്രീകളെ ആക്രമിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, കുഞ്ഞുങ്ങൾക്ക് അവരെ കൊല്ലുന്നു, അതിനുശേഷം കുഞ്ഞുങ്ങൾ അനാഥരായി മാറുന്ന സാഹചര്യം. അതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ ചിന്തിക്കാതെ ഈ ഒരു ചെറിയ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങൾ, ചെറിയ കേരളത്തിലെ വിഷയം ചെറുത് എന്ന് ഞാൻ ഒരിക്കലും സൂചിപ്പിക്കില്ല. ഓരോ സ്ത്രീയും സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. അവൾക്ക് തുല്യത എന്നുള്ള പദവി ഈ ഇന്ത്യയിൽ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭരണഘടനയ്ക്ക് അനുസൃതമായി തുല്യതാ പദവിയിലേക്ക് സ്ത്രീകളെ എത്തിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സ്ത്രീ സംഘടനകൾക്കും ഈ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിനും അതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനം ഭരിക്കുന്ന ഓരോ ഗവൺമെൻറ്റുകൾക്കുമുണ്ട് എന്നുള്ളത് ഒരിക്കലും മാറ്റി നിർത്തിക്കൊണ്ടല്ല ഈ ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ എത്ര കണ്ട് മുന്നോട്ട് പോയ കേരളത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാതെ മറ്റ് സമൂഹത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് സംസാരിക്കണം. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് പോലും ആക്രമിക്കപ്പെടുന്നു. വിദേശ വനിതയ്ക്ക് പോലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് സുരക്ഷിതമായി ഈ ടൂറിസത്തിൽ പോലും വരാൻ, അല്ലെങ്കിൽ വിദേശ രാജ്യത്തു നിന്ന് ഒരു സ്ത്രീക്ക് പോലും ഈ നാട്ടിൽ വന്ന് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ മാറ്റം വന്നു എന്നുള്ളത് അടിവരയിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യണം.